ഇതാ മാഡം. മാഡത്തിന് ഊണ് ഇഷ്ടായോ? ഇഷ്ടമായെന്ന് പറഞ്ഞാൽ അത് തീരെ കുറഞ്ഞു പോവും. പണ്ട് പഠിക്കുന്ന കാലത്തൊക്കെ മാസത്തിലൊരിക്കൽ വീട്ടിൽ ചെല്ലുമ്പോൾ ആസ്വദിച്ച് കഴിക്കുന്ന ഊണിന്റെ ഒരു രുചിയുണ്ട്. അത് തന്നെയാ ഞാൻ വീണ്ടും അനുഭവിച്ചത്. നീ റെഡിയായോ? ഫോണും ചാർജറും ഒക്കെ എടുത്തല്ലോ? അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ശരി. ദേ അവരൊക്കെ വന്നല്ലോ. ആ, കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾ എത്തിയല്ലോ. നിങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് എത്താൻ ആരാധ്യക്ക് എന്ത് തിടുക്കുമായിരുന്നോ? ആ, മാഡം വിവേകിനെ പരിചയപ്പെട്ടില്ലല്ലോ. അനഘയുടെ വുഡ്ബിയാ. നമസ്കാരം. കണ്ടിട്ടില്ലെങ്കിലും മാഡത്തെ കുറിച്ച് പറഞ്ഞിട്ട് നന്നായിട്ട് അറിയാം. ആരാധ്യയുടെ കൈയെല്ലാം ഓക്കെ അല്ലേ? ഡോക്ടർ എന്ത് പറഞ്ഞു? ഒരു കുഴപ്പമില്ല മാഡം, ഐ എം ഫൈൻ. നാളെ മുതൽ ഫിറ്റ്നസിനുള്ള പ്രാക്ടീസ് തുടങ്ങാം. മാഡത്തിന്റെ അനുഗ്രഹം ഉണ്ടാവണം. ആഗ്രഹിക്കുന്ന പോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വരാൻ കഴിയട്ടെ. എന്നാ വിവേകിന്റെ അനഘയുടെയും കല്യാണം തീരുമാനിച്ച്? എൻഗേജ്മെന്റിന്റെ തീയതി നിശ്ചയിച്ചു മാഡം. മാഡത്തിനെ ഞാൻ അങ്ങോട്ട് വിളിച്ച് ക്ഷണിക്കാനിരിക്കായിരുന്നു. ഇങ്ങോട്ട് വന്ന അവസരത്തിൽ പറയുന്നത് മര്യാദ അല്ലല്ലോ എന്ന് വെച്ചാ ഞാൻ... അത്തരം ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട അമൃത. ഊണ് കഴിച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് എന്താന്ന് മറന്നോ? എനിക്കിത് എന്റെ വീട് പോലെ തന്നെയാ തോന്നിയത്. എന്നാ ഇറങ്ങിയല്ലോ? ആ അതെ, രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങിക്കോ. ശരി. പോയിട്ട് വാ. എന്നാ ഞാനും ഇറങ്ങട്ടെ. പോയിട്ടെന്താ അത്യാവശ്യം? ഇരിക്കെ, ഞാനൊരു കാപ്പി എടുക്കാം. പിന്നെ എവിടം വരെ വിവേക് കാര്യങ്ങളൊക്കെ? എൻഗേജ്മെന്റിനുള്ള ഇൻവിറ്റേഷൻ ഒക്കെ തുടങ്ങിയോ? എനിക്കങ്ങനെ ഓടി നടന്ന് ക്ഷണിക്കാൻ ആരിയിരിക്കുന്നു അമൃതേച്ചി? എനിക്കാകെ പവിത്രങ്ങളെ ക്ഷണിക്കാനുള്ളൂ. അങ്കിളാണെങ്കിൽ ക്ഷണിച്ചില്ലെങ്കിലും വരുന്ന ആളാ. ആ, ഇപ്പോഴാ ഓർത്തത്. പോയിട്ടൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പോയിക്കോട്ടെ? അയ്യോ, അനഘ കാപ്പി എടുക്കാൻ പോയതല്ലേ? വേണ്ട, പിന്നെ ഒരിക്കലാവാം. അവളോട് പറഞ്ഞിരുന്നാ മതി. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.